ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അതുപോലെ പോട്ട്. മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ അധികം ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത മകനാണ് കിച്ചു. ജനിച്ച് വൈകാതെ തന്നെ അമ്മ കിച്ചുവിനെ അച്ഛൻ കൊല്ലം സുധിയെ ഏൽപ്പിച്ച് മറ്റൊരു ജീവിതം തേടിപ്പോയി. അവിടെ തുടങ്ങിയതാണ് സുധിയുടെയും കിച്ചുവിന്റെയും വേദനകളും കഷ്ടപ്പാടുകളും. മകനെ വളർത്തണമെന്ന ലക്ഷ്യം മാത്രം പിന്നീട് അങ്ങോട്ട് കൊല്ലം സുധിക്കുണ്ടായിരുന്നു. കൈക്കുഞ്ഞായിരുന്ന കിച്ചുവിനെയും കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പരിപാടി അവതരിപ്പിക്കുമായിരുന്നു സുധി. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ കിച്ചു ബാക്ക് സ്റ്റേജിൽ ഉറങ്ങുകയാകും. കുറച്ച് വലുതായ ശേഷം അച്ഛനൊപ്പം പ്രോഗ്രാം അവതരിപ്പിക്കാനും സ്റ്റേജ് സഹായിയുമായി എല്ലാം കിച്ചു പോയിരുന്നു. അച്ഛന്റെ കലാവാസന ഏറെയും കിട്ടിയിട്ടുള്ളത് കിച്ചുവിനാണെന്നാണ് ആരാധകരുടെ പക്ഷം. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം കിച്ചു ഇപ്പോൾ ആനിമേഷനാണ് പഠിക്കുന്നത്. അതിനിടയിൽ വ്ളോഗിംഗും ഉണ്ട്. 2 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് കിച്ചുവിന്റേത്. ലൈവ് ഇന്ററാക്ഷനുകൾ, ട്രാവൽ വ്ളോഗുകൾ, ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ എന്നിവയാണ് യൂട്യൂബ് ചാനലിലെ പ്രധാന കോണ്ടന്റ്. കഴിഞ്ഞ ദിവസം കിച്ചു പങ്കുവച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടം സമയത്ത് എൻ്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായി ഇരുട്ടത്ത് നടന്ന സമയത്ത് എന്റെ ലൈഫിലേക്ക് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അയാൾക്ക് വേണ്ടി താൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് കിച്ചു പറഞ്ഞത്. അങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞത് കൊണ്ടാകണം ആ വ്യക്തി ആരാണെന്നറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയായി. ആ വ്യക്തി രേണുവാണോ എന്നാണ് ചിലർ ചോദിച്ചത്. അതിന് കിച്ചു നൽകിയ മറുപടിയും വൈറലായിട്ടുണ്ട്. അയ്യോ എന്നെഴുതി തൊഴുകയും സ്മൈലിയുമാണ് കിച്ചു മറുപടിയായി കുറിച്ചത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാതെ പറയുന്നത് പോലെ ഉണ്ടായിരുന്നു കിച്ചുവിന്റെ മറുപടി എന്നാണ് ചിലർ കമന്റായി പറഞ്ഞത്. പ്രണയിനി ഉണ്ടോ, അതാണോ ഇങ്ങനെ ഒരു ഗാനം ആലപിച്ചതെന്നായിരുന്നു മറ്റു ചിലരുടെ ചോദ്യം. പ്രണയത്തിലാണെങ്കിലും അമ്മ രേണുവിനോട് പറയരുതെന്നും അതും വിറ്റ് കാശാക്കുമെന്നും കിച്ചുവിനെ ഉപദേശിച്ചും ചിലർ എത്തിയിട്ടുണ്ട്.